ഇപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങൾ ആദ്യത്തെ പണി ഞാൻ മറ്റം ഫൈനാൻസ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് ഒരു പുല്ലും ഇല്ല എന്നും പറഞ്ഞ് അത് പോയി. അത് ഭരണത്തിൽ നിന്ന് പോയില്ലേ? ആലപ്പുഴയിൽ നിന്ന് ഈ പരദേശിയല്ലേ ഒന്ന് ആലപ്പുഴ നിന്ന് വിൽസാൻ വന്ന് ഞാൻ തന്നെയാണ് അതിനെതിരായി നിന്ന് തോറ്റ് തുന്നമ്പാടി നിന്ന് പോയില്ലേ? ആ വൈരാഗ്യം അത് കഴിഞ്ഞിട്ട് രാഷ്ട്രീയത്തിൽ വല്ലയിടത്തും എത്തിയാണ്. കട്ടപ്പുറത്തിരിക്കുകയല്ലേ, വീലെല്ലാം പഞ്ചറായി, ഓടാനും ഓടിക്കാനും നിവൃത്തിയില്ലാതെ ഇരുന്ന് തുരുമ്പ് പിടിക്കുന്ന കട്ടപ്പുറത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് സുധീരൻ. അല്ല, അദ്ദേഹം മത്സരിക്കാൻ എവിടെ നിന്നാ ജയിക്കും? ഇല്ലെന്ന് പറഞ്ഞ് ആഗ്രഹമൊക്കെ വളരെ ഉണ്ട്. അദ്ദേഹം എത്രാമത്തെ പണി സുധീരൻ നേരത്തെ ചെയ്ത പണി എന്താണ്? KPCC പ്രസിഡന്റായിരുന്നു. ഇപ്പം എന്തായത്? ഞാൻ വർഗീയ പ്രസംഗം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുത്ത് തന്നെ പോലീസ് പ്രതിയാക്കില്ലേ? അതുകൊണ്ട് തന്നെ 10 കൊല്ലം ഇപ്പോൾ കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് പോകാൻ കാരണമെന്താണ്? ഈ സുധീരൻ്റെ ആ ഒരൊറ്റ എഴുത്താണ്. രമേശ് ചെന്നിത്തല എന്നെ പ്രതിയാക്കി കേസ് കൊടുത്തു. ആ കേസുണ്ടായി. ഹൈക്കോടതി തന്നെ പറഞ്ഞില്ലേ ഇതിനകത്ത് ഒരു വർഗീയതയില്ലെന്ന്. ഞാൻ പറഞ്ഞ സത്യമാണെന്ന് പറഞ്ഞില്ലേ? ഇപ്പോഴും ഭരണത്തിൽ വന്നു. ഭരണത്തിൽ വന്നപ്പോൾ താനാണ് എൻ്റെ ഭരണത്തിൽ കൊണ്ടുവന്നതിൻ്റെ തന്തയാണ് ഞാനെന്ന് അദ്ദേഹമാണ് ജന്മം കൊടുത്തതെന്നുള്ള ധാരണയോടുകൂടി ഇന്ന് സതീശൻ്റെ പുറകെ കൂടിയിട്ടുണ്ട്. കൂടിയിട്ട് എന്താ ചെയ്തത്? ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായിട്ട് നിൽക്കുന്ന മഹേശൻ്റെ അനന്തരനെ വിളിച്ചു വരുത്തി പരാതി എഴുതി മേടിച്ചിട്ട് ആ പരാതി ഇന്ന് മുഖ്യമന്ത്രിക്കും അവർ ആഭ്യന്തരമന്ത്രിക്കും കൊടുക്കട്ടെ, തെളിയിക്കട്ടെ ചുണയുണ്ടെങ്കിൽ. അപ്പോൾ അറിയാൻ ഞാൻ ആരാണ്, സത്യമെന്താണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. പച്ചക്കള്ളമല്ലേ? പോലീസ് എൻക്വയറി നടത്തിയിട്ടുണ്ടല്ലോ. എന്നെ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. പോലീസ് എൻക്വയറി നടത്തിയിട്ടുണ്ടല്ല. എൻക്വയറി നടത്തിയതിന്റെ ആ പോലീസ് ഓഫീസർമാരുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എടുക്കുക. താങ്കൾ ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ആളായിരുന്നു. അങ്ങനെയൊക്കെ ഒരു നമ്മുടെ കൂടെ നിലവിലില്ലാത്ത ഒരാളെ ആക്ഷേപിക്കുക സത്യം പറയാൻ പറ്റേ? അയാൾ അങ്ങനെ തന്നെ പറയാം. അയാൾ ആരായിരുന്നു? ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഒരു കുടികിടപ്പുകാരനായിരുന്നു ഈ മഹേശൻ. വൈരുദ്ധ്യമില്ല, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ആളുകളെ സംരക്ഷിക്കുകയാണ് താങ്കളുടെ ഉത്തരവാദിത്വം. താങ്കൾ അവിടെ പ്രസംഗത്തിൽ പറഞ്ഞു. അപ്പോൾ ഇതൊരു അധിക്ഷേപമല്ലേ? അല്ല, അപ്പോൾ എങ്ങനെയാണ്? അല്ല, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവന് ഞാൻ ഗതിയുള്ളവനാക്കി. ഗതിയില്ലാത്തവനാക്കിയവൻ ആരായിരുന്നു? വെറും ഒരു ഗതിയും പരഗതിയില്ലാതെ 10 സെന്റ് നിൽക്കും. അവൻ്റെ അമ്മ അപ്പം ചുട്ടും ഇതിനെയൊക്കെ വളർത്തിയപ്പോൾ ഞാൻ വിളിച്ചു കൊടുത്ത് ഞാനൊരു ശമ്പളത്തോടെ നിർത്തിയതാണ്. കുറേ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇയാളൊരു യൂണിയൻ നേതാവാക്കി. അത് കഴിഞ്ഞിട്ട് എന്തെല്ലാം കാണിച്ചു. നിങ്ങൾ തിരക്ക് നാട്ടി വന്നു. അല്ലാതെ ആളുകളും ചാനൽ ചർച്ചയൊക്കെ ഇട്ടിട്ട് ഇതും പറയരുത്. നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കാൻ. നിങ്ങളുടെ ചാനൽക്കാർ വാ, ആ നാട്ടിൽ വാ. എത്രയോ ജീവിതത്തെ തകർത്താണ്, എത്ര പെണ്ണുങ്ങളെ വഴിയാധാരാക്കി. ഇത് പറയാൻ ആരുമില്ലല്ലോ. നിങ്ങൾക്ക് എന്നെ വേട്ടയാടുന്നത് ന്യൂസാക്കാനോ അത് മീഡിയയിൽ കാണിക്കാനും താല്പര്യം കാണിക്കുമ്പോൾ എനിക്കൊരു വിഷമമില്ല. കാരണം ഞാൻ ഒരുപാട് കണ്ടവനാണ്, കേട്ടവനാണ്. ഞാൻ വെയിലത്ത് വാടത്തില്ല, തീ കുരുത്തനാണ്. വിമർശനങ്ങളെ ഞാൻ ഭയപ്പെടുന്നില്ല. ഞാനാണ് മോട്ടിച്ചത്, അവനെ മോട്ടിച്ചത് ഞാൻ തെളിയിക്കുക. ഞാനൊന്നും ചെയ്തിട്ടില്ലെന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടല്ലേ ഞാൻ ആരുടെ മുമ്പിൽ വളയാതെ തൻ്റെ അടുത്തോട് ധൈര്യമായിട്ട് നിൽക്കുന്നത്. കാരണം എന്ത്? ഞാൻ കുറ്റം ചെയ്യാത്തതുകൊണ്ട്. പിണറായി വിജയൻ മാറി VD സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുറച്ചുകൂടെ ഒരു കാർക്കശ സ്വഭാവം ഉണ്ടാകുന്ന താങ്കൾ ഒരു സംഘടനയുടെ നേതാവ് എന്ന നിലയിൽ അങ്ങനെ ഒരു തോന്നലുണ്ടോ, ഒരു ഭയമുണ്ടോ? ഒരു ഭയമില്ല. സതീശൻ അന്വേഷിക്കട്ടെ. സതീശനെ കൊടുത്തിട്ടുണ്ടല്ലോ എപ്പോഴും നമ്മുടെ KPC സുധീരൻ അന്വേഷിക്കട്ടെ. കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ പ്രേരകമായ ശക്തിയിൽ പ്രധാന ഞാൻ തന്നെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.